ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 18 പേരാണ്. കുംഭമേളയുമായി ബന്ധപ്പെട്ട തിക്കും തിരക്കും കാരണം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ സംഭവിക്കുന്ന രണ്ടാമത്തെ ദുരന്തം. നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. പല കാരണങ്ങളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിന് പിന്നിൽ. റെയിൽവേ ഉദ്യോഗസ്ഥർ പല ഘടകങ്ങൾ തിരക്കിന് കാരണമായി എണ്ണുന്നുണ്ട്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പോകാനായി വന്നവർ, അവർ പ്ലാറ്റ്ഫോം നമ്പർ 14 പ്രയാഗ്രാജ് എക്സ്പ്രസിനും കാത്തിരിക്കുകയാണ്. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകേണ്ട കുംഭമേളക്കുള്ള യാത്രക്കാരെ കൊണ്ട് പ്ലാറ്റ്ഫോം 14 നിറഞ്ഞിരിക്കുകയാണ്. അതിനിടെ സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ് എന്നീ 2 ട്രെയിനുകൾ വൈകിയിട്ടുണ്ട്. അതിലെ യാത്രക്കാരും സ്റ്റേഷനിൽ കാത്തുനിൽക്കുന്നു. ഇതോടെ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് അസാധാരണമാം വിധം ജനങ്ങൾ പെരുകിയെത്തി. അതിനിടയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകേണ്ട സുബദാർഗഞ്ച് സ്പെഷ്യൽ ട്രെയിൻ 12ാം പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ടെന്ന് അനൗൺസും ചെയ്തു. ഇത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. സ്പെഷ്യൽ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് വന്നതോടെ പ്ലാറ്റ്ഫോം 14 വരേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 12ലേക്ക് മാറ്റിയതാണെന്ന് ധരിച്ച യാത്രക്കാർ കൺഫ്യൂഷനിലായി. യാത്രക്കാർ പ്ലാറ്റ്ഫോം 12ലേക്ക് പോകാൻ തിക്കും തിരക്കും കൂട്ടി. ഓടിമാറാൻ വേണ്ടി ഓവർബ്രിഡ്ജിന്റെ കൈവരിക്കടിയിലൂടെ രക്ഷപ്പെടാൻ നോക്കിയ പലരും പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചു. തിരക്കിനിടെ നിലത്തു വീണവർക്ക് മേൽ ആൾക്കൂട്ടം ചവിട്ടി നടന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ റെയിൽവേ അമ്പെ പരാജയപ്പെട്ടുവെന്നാണ് ദുരന്തത്തിന് സാക്ഷിയായ എല്ലാവരും പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ ആകെയുണ്ടായിരുന്നത് ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവത്രേ. ഇനി റെയിൽവേ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും RPFകാരും വന്നാലും ഇത്രയേറെ മനുഷ്യരെ എങ്ങനെ നിയന്ത്രിക്കാനാണ്? അനൗൺസ്മെന്റ് വന്നതോടെ പെട്ടെന്നുണ്ടായ ഉന്തും തള്ളുമാണ് അനേകം പേരുടെ ജീവനെടുത്തത്. പ്ലാറ്റ്ഫോമുകളിലും ഓവർബ്രിഡ്ജിലും തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേക്ക് വേണ്ടത്ര സംവിധാനങ്ങളില്ല. രാത്രി 10:10 വരേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസ് ട്രെയിനിനായി അന്ന് വൈകുന്നേരം മാത്രം 2600 അഡീഷണൽ ജനറൽ ടിക്കറ്റുകൾ റെയിൽവേ വിറ്റുവത്രേ. മണിക്കൂറിൽ 1500 ടിക്കറ്റുകളാണത്രേ റെയിൽവേ നൽകിയത്. പ്ലാറ്റ്ഫോമിൽ പോലും താങ്ങാൻ സാധിക്കാത്തത്ര എണ്ണം ടിക്കറ്റ് വിറ്റതിൽ റെയിൽവേ ഇവിടെ പ്രതിയാണ്. റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 അംഗ ഉന്നതാധികാര കമ്മിറ്റി അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വ്യക്തത കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് 2ാം തവണയാണ് ദുരന്തമുണ്ടാകുന്നത്. ആദ്യ തവണ അനേകം കുംഭ തീർത്ഥാടകർ മരിച്ചിട്ടും അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇപ്പോഴും അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 100 കണക്കിന് മരണങ്ങളുണ്ടെന്നാണ് 2 സംഭവങ്ങളിലുമുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. തീർത്ഥാടന സമയത്ത് രാജ്യത്തെ പൊതുഗതാഗതം പലപ്പോഴും സ്തംഭിക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളും ബസ് ഡിപ്പോകളും നിറഞ്ഞു കവിയാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് അധികാരികളുടെ ബാധ്യതയാണ്. എന്നിട്ടും ശനിയാഴ്ച ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനത്തിരക്കേറുന്നത് സ്വാഭാവികമാണ്. അത് മതചടങ്ങുകളാണെങ്കിലും മറ്റെന്ത് പരിപാടികളാണെങ്കിലും പൗരന്മാർ വരും. കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് തിരക്ക് വർദ്ധിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വെല്ലുവിളിയായി മാറും. 2013 ഇന്റർനാഷണൽ ജേണൽ ഓഫ് സ്റ്റാമ്പേർഡ് റിഡക്ഷൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് രാജ്യത്ത് തിക്കും തിരക്കുമുണ്ടാക്കുന്ന സംഭവങ്ങളിൽ 80% ഉണ്ടാകുന്നത് തീർത്ഥാടനങ്ങളുടെയോ മറ്റു മതചടങ്ങുകളുടെയോ ഭാഗമായിട്ടാണ് എന്നാണ്. അതേ വർഷം തന്നെ 2013 അന്നത്തെ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളക്കാലത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 42 പേരാണ് മരണപ്പെട്ടത്. അതിനുശേഷം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ക്രൗഡ് മാനേജ്മെന്റിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ടും ജനത്തിരക്കേറുന്ന വലിയ സംഗമങ്ങളിൽ ജനങ്ങൾ സുഗമമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ കൈക്കൊള്ളാറില്ല. ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തിരക്ക് നിയന്ത്രിക്കൽ വളരെ എളുപ്പമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ജനത്തിരക്കിന്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയാൻ അത്ര പണിയൊന്നുമില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുംഭമേളയിൽ ഇത്തവണ ടെക്നോളജി നന്നായി ഉപയോഗിച്ചിട്ടുമുണ്ട്. അത് ഡൽഹി അടക്കമുള്ള കുംഭമേള തീർത്ഥാടകർ തിരക്ക് കൂട്ടുന്ന എല്ലാ ട്രാൻസിറ്റ് ജംഗ്ഷനുകളിലും കൂടി നടപ്പിലാക്കിയേ പറ്റൂ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയണം. ട്രെയിനുകളിൽ സ്ഥലം തികയാതെ റിസർവ് കമ്പാർട്ട്മെന്റുകളിൽ പോലും കാലുകുത്താൻ ഇടമില്ലാത്ത ദൃശ്യങ്ങൾ
നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ തനിക്ക് സ്ഥലം കിട്ടാതെ വന്നതോടെ AC കമ്പാർട്ട്മെന്റുകളുടെ ജനറൽ ചില്ലുകൾ അടിച്ചുപൊട്ടിച്ചകത്ത് കയറുന്ന ദൃശ്യങ്ങൾ, ജനൽ കമ്പികൾ പിഴുതുമാറ്റുന്ന ദൃശ്യങ്ങൾ, പരസ്യമായി ഒരു മടിയും കൂടാതെ നാശനഷ്ടം വരുത്തുന്ന ദൃശ്യങ്ങൾ, സീറ്റിലിരിക്കുന്നവരുടെ ദേഹത്തേക്ക് വെള്ളമൊഴിക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ ജനത്തിരക്കിൽപ്പെട്ട് യാത്ര മുടങ്ങിയവർ രോഷാകുലരായി മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സ്ഥിരമായ കാഴ്ചയായി മാറിയിരിക്കുന്നു. രാജ്യത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ കുത്തഴിഞ്ഞ് താറുമാറായി കിടന്നിട്ടും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കുലുക്കമില്ല. ട്രെയിൻ ദുരന്തങ്ങളുടെ പരമ്പര തന്നെ ആവർത്തിച്ചിട്ടും അനേകം മനുഷ്യരുടെ ജീവനെടുത്തിട്ടും ഒന്നും ചെയ്യാനാകുന്നില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടും പുതിയ വന്ദേ ഭാരത് കോച്ചുകളുടെ റീലുകൾ പങ്കുവെച്ച് കേന്ദ്രമന്ത്രി അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ പോലും രാജ്യത്ത് മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും നല്ല തിരക്കാണ്. യാത്രക്കാരുടെ സുരക്ഷയും ക്ഷേമവും വർദ്ധിപ്പിക്കാൻ അടിയന്തര പദ്ധതികൾ ഉണ്ടാകണം. തീർത്ഥാടകർ, കുടിയേറ്റക്കാർ, തൊഴിലാളികൾ, ടൂറിസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങി പല ലക്ഷ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന രാജ്യത്തെ പൗരന്മാർക്ക് യാത്രക്കിടയിലും സ്റ്റേഷനുകളിലും സുരക്ഷയുണ്ടാകണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് ചതഞ്ഞെറിഞ്ഞ് മരണപ്പെട്ട മനുഷ്യർക്കുള്ള ആത്മാർത്ഥമായ ആദരാഞ്ജലി ഈ ദുരന്തത്തിൽ നിന്നും അധികാരികൾ പാഠം ഉൾക്കൊള്ളലാണ്. തിക്കിലും തിരക്കിലും പെട്ട് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കലാണ്.